നമസ്കാരം, ഞാൻ ഡോക്ടർ തുഷാൻ തോമസ്, തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എൻഡോക്രിനോളജി വിഭാഗം ചീഫ് കൺസൾട്ടൻ്റ് ആണ്. ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരും തൈറോയിഡിൻ്റെ ചികിത്സയിലിരിക്കുന്നവരും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് ആ ഒരു യങ് ഏജ് ഗ്രൂപ്പിൽ, ഇപ്പം റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഒത്തിരി പേർക്ക് ഡയബറ്റീസും തൈറോയിഡിൻ്റെയും പ്രോബ്ലംസ് വരാറുണ്ട്. പണ്ട് ഈ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഡയബറ്റീസിൽ മെയിൻലി ടൈപ്പ് 1 ഡയബറ്റീസേ കാണാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഏജ് ഗ്രൂപ്പിൽ ടൈപ്പ് 2 ഡയബറ്റീസ് കാണാറുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർ ഡയബറ്റീസിനായിട്ട് പലപ്പോഴും ടാബ്ലറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചില ടാബ്ലറ്റ്സ് ഒക്കെ പ്രഗ്നൻസിയുടെ സമയത്ത് ചിലത് മാറ്റേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഡയബറ്റീസിനെ പറ്റി പറയാം. ഇപ്പോൾ ഒന്നാമത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഡയബറ്റീസ് നല്ല കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഡയബറ്റീസ് കൺട്രോളിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ ഒരു 3 മാസത്തെ ആവറേജ് ഉണ്ട്, HbA1c. HbA1c പ്രഗ്നൻസിക്ക് മുമ്പ് ഒരു 7-ൽ താഴെ കൊണ്ടുവരണം. ഒരു 6.5-ൽ താഴെ വരുത്തിയാൽ വളരെ നല്ലത്. മിനിമം ഒരു 7-ൽ താഴെ കൊണ്ടുവരാൻ നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ലെവൽസ് നല്ല കൺട്രോളായിരിക്കണം, എന്നിട്ടേ പ്രഗ്നൻസി പാടുള്ളൂ. അല്ല, ഈ ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയാലുള്ള പ്രശ്നങ്ങൾ, കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് ചില വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ജന്മന ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ, സ്പൈന ബൈഫിഡ, സേക്രലൈജനസിസ്, അങ്ങനെ ചില അസുഖങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ അല്ലെങ്കിൽ കുട്ടിക്ക് ജനിക്കുമ്പോൾ ഹൃദയത്തിനും നെർവസ് സിസ്റ്റത്തിനുമുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഡയബറ്റീസ് പ്രഗ്നൻസിക്ക് മുമ്പ് നല്ല കൺട്രോളായിരിക്കണം. ഇപ്പോൾ HbA1c ഒരു 6.5 താഴെ വരുത്തിയാൽ വളരെ നല്ലത്. മിനിമം ഒരു 7-ൽ താഴെ വരണം. അതുപോലെ നമ്മുടെ വെറും വെയിലുള്ള ഷുഗർ ഒരു 100-ലെങ്കിലും താഴെ വരുത്തുകയും ഫുഡ് കഴിഞ്ഞ് 2 മണിക്കൂർ നോക്കുമ്പോൾ ഒരു 140-ൽ താഴെ വരുത്തുകയും ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഡയബറ്റീസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നോക്കണം. കണ്ണ് ടെസ്റ്റ് ചെയ്യുക, കിഡ്നിയുടെ ഫംഗ്ഷനകത്ത് ക്രിയാറ്റിനും യൂറിനിൽ കൂടുതലുള്ള പ്രോട്ടീൻ്റെ അളവും രണ്ടും നോക്കണം. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഉള്ളത് ചില മെഡിസിൻസ്, നമ്മൾ എടുക്കുന്ന ചില മെഡിസിൻസ് പ്രഗ്നൻസിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പം റെഗുലേറ്ററി അപ്രൂവൽ ഉള്ളതല്ല. കാരണം അത് പ്രഗ്നൻസിയിലധികം പഠനം നടത്തിയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കത്തില്ല. അപ്പോൾ ചില മെഡിസിൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ഇൻസുലിനും മെറ്റ്ഫോമിനും, ഈ 2 മെഡിസിൻസ് മാത്രമാണ് നമുക്ക് പ്രഗ്നൻസിയിൽ ഇപ്പം യൂസ് ചെയ്യാൻ അപ്രൂവൽ ഉള്ളത്. അപ്പോൾ ഈ 2 മെഡിസിൻസ് ഒഴിച്ചുള്ള മെഡിസിൻസ് എടുക്കുന്നവരിൽ ഇത് രണ്ടിലോട്ടും മാറ്റം വരുത്തേണ്ടി വരും. അപ്പം ഡയബറ്റീസിന് മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രഗ്നൻസിക്ക് മുമ്പേ ഇത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ BP-ക്ക് ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് മാറ്റേണ്ടി വരും. കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസ് ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻസിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണോ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ കാണിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തുകയാണ് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത്. ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻസിൻ്റെ ചേഞ്ച് വരുത്താനുള്ളത് വരുത്തണം. കോംപ്ലിക്കേഷൻസിന് വേണ്ടി നോക്കണം. കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ ചികിത്സ എടുക്കണം പ്രഗ്നൻസിക്ക് മുമ്പ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ വേണ്ട ഒരു റേഞ്ചിൽ എത്തിക്കണം. അതിന് HbA1c 7-ൽ താഴെ കൊണ്ടുവരികയും വെറും വെയിറ്റിലും ഉള്ള ഷുഗർ 100-ൽ താഴെയും ആഫ്റ്റർ ഫുഡ് 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഒരു 140-ൽ താഴെ കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ നമ്മളൊരു വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു പ്രഗ്നൻസി നോക്കാവൂ ഡയബറ്റീസ് ഉള്ളവർ. അല്ലാതെ ഒരിക്കലും പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ ഡയബറ്റീസിൻ്റെ ചികിത്സയിൽ മാറ്റം വരുത്താൻ അങ്ങനെ വിചാരിക്കരുത്. നേരത്തെ തന്നെ കൺട്രോളാക്കി വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം കൂടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി പേർക്ക് തൈറോയിഡിനും ചികിത്സ എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിൻ, ഹൈപ്പോതൈറോയിഡിസം എന്ന അസുഖത്തിൽ തൈറോക്സിൻ എന്ന ടാബ്ലറ്റ് കഴിക്കുന്നവർ പ്രഗ്നൻസിക്ക് മുമ്പ് TSHൻ്റെ ലെവൽ ഒരു 2.5 താഴെ വരുത്തുന്നതാണ് അത്യുത്തമം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡോസിൽ TSH അതിനേക്കാളും കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡോസിൽ വ്യതിയാനം വരുത്തി TSHൻ്റെ ലെവൽ 2.5 താഴെ വരുത്തി നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നവർ എപ്പോഴും ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞ് മെഡിസിനിൽ ആവശ്യമായ ചേഞ്ച് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അത്ര സാധാരണമായിട്ടോ കാണുന്ന അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന അസുഖത്തിൽ ചികിത്സ എടുക്കുന്നവരും തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലാണെന്ന് ഉറപ്പുവരുത്തണം. ഹൈപ്പർ തൈറോയിഡിസത്തിന് യൂഷ്വലി യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ് PTU, നിയമറക്കസോൾ, ഈ 2 ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ ആ മെഡിസിൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമോ എന്നുള്ളത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ തീരുമാനത്തിന് വിടേണ്ടതാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലായിട്ട് കീപ്പ് ചെയ്യുകയും വേണം. അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് പ്രധാനമായിട്ടെന്ന് പറയാനുള്ളത്. ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട മുൻകരുതലുകൾ എടുത്താൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു.